അപ്പോൾ ഇന്ന് മൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇടിയപ്പവും പൊട്ടറ്റോ സ്റ്റൂവുമാണ്. പൊട്ടറ്റോ സ്റ്റൂ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് ഈ ചൂടായി വന്ന കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കണം. അതൊന്ന് വാടി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് വെന്തുടയണം കേട്ടോ. അതുകൊണ്ടൊരു 3 വിസിലടിക്കട്ടെ. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് കുഴയ്ക്കാം. അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിൻ്റെ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റായി വരുമ്പോഴേക്ക് നമുക്ക് അച്ഛനകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇടിയപ്പം കറക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ്. ഇനി ഇതേ നല്ല തിളച്ചിരിക്കുന്ന വെള്ളമാണ് ഇഡ്ഡലി ചെമ്പിനകത്ത്. അതിലേക്ക് നമുക്ക് ഇടിയപ്പം ഇറക്കി വയ്ക്കാം. അതവിടെ നിന്ന് ആവിയിൽ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം. അത് നമ്മുടെ സ്റ്റൂവിനകത്തേക്ക് ചേർക്കാനാണ്. ഇത് നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയപ്പം നല്ലതായിട്ട് പൊട്ടറ്റോ ഒക്കെ വെന്തിരിപ്പുണ്ട്. ഈ വെന്ത പൊട്ടറ്റോയിലേക്ക് നമുക്കിത് 2-3 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെള്ളച്ചെടിയും കൂടി ഒഴിച്ചിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പം സ്റ്റൂ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യണേ. നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.